നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക, കാരണം ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8ഉം 9ഉം അധ്യായങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി എവിടെയാണ് കരകവിഞ്ഞൊഴുകിയത്? ഉത്തരം: മെക്കദോനിയയിലെ സഭകളിൽ. അത് 8-ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: മെക്കദോനിയയിലെ സഭകളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം: തീത്തോസ്. അത് 8-ാം അധ്യായം 6-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത് എന്തിനു വേണ്ടി? ഉത്തരം: തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി. അത് 8-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: ഒരുവൻ്റെ ദാനം ദൈവം സ്വീകരിക്കണമെങ്കിൽ എങ്ങനെ നൽകണം? ഉത്തരം: താൽപ്പര്യത്തോടെ. അത് 8-ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് എന്തുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: കുറവുമുണ്ടായിരുന്നില്ല. അത് 8-ാം അധ്യായം 15-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: അവൻ തങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല, വളരെ ഉത്സാഹത്തോടെ സ്വമനസാലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. ആര്? ഉത്തരം: തീത്തോസ്. അത് 8-ാം അധ്യായം 17-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ഉത്തരം: സന്തോഷത്തോടെ നൽകുന്നവനെ. അത് 9-ാം അധ്യായം 7-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: സത്യമിതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഈ വാക്യം 9-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ്? ഉത്തരം: 6-ാം വാക്യം. ഒൻപതാമത്തെ ചോദ്യം: ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്. അത് 9-ാം അധ്യായം 11-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്ത് നിമിത്തമാണ് അവർ ഇത് ചെയ്യുന്നത്? ഉത്തരം: നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം. അത് 9-ാം അധ്യായം 14-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്